ശ്രീരാമകൃഷ്ണദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് ഹസ്രയോടും നരേന്ദ്രനോടും പറഞ്ഞു, ഹലോ, നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? നരേന്ദ്രൻ ചിരിച്ചു. ഓ, ഞങ്ങൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യുകയാണ്. അവ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതായിരിക്കും, ആഴത്തിലുള്ളതാണ്. മാസ്റ്റർ, എന്നാൽ സ്നേഹത്തിൻ്റെ പാത വളരെ എളുപ്പമാണ്. താൻ ഹാമിൽട്ടൻ്റെ ഒരു പുസ്തകം വായിക്കുകയായിരുന്നുവെന്ന് നരേന്ദ്രൻ എമ്മിനോട് പറഞ്ഞു. എ ലേൺഡ് ഇഗ്നറൻസ് ഇസ് ദ എൻഡ് ഓഫ് ഫിലോസഫി ആൻഡ് ദ ബിഗിനിങ് ഓഫ് റിലീജിയൻ എന്ന് ആ പുസ്തകത്തിൽ ഞാൻ വായിച്ചു. മാസ്റ്റർ എമ്മിനോട് ചോദിച്ചു, എന്താണ് അതിൻ്റെ അർത്ഥം? നരേന്ദ്രൻ വിശദീകരിച്ചു. അജ്ഞാനത്തെ അറിയുന്നത് തത്വചിന്തയുടെ അവസാനവും ഭക്തിയുടെ തുടക്കവുമാണ് എന്ന് പറയുന്നു. മാസ്റ്ററുടെ മുഖം സന്തോഷത്താൽ പ്രകാശിച്ചു. അദ്ദേഹം ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞു, താങ്ക് യു. ഈ വാക്കുകൾ ഉച്ചരിക്കുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയും ആകർഷകമായ രീതിയും എല്ലാവരെയും ചിരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് നിഘണ്ടുവിൽ 1/2 ഡസൻ വാക്കുകൾ മാത്രമാണുള്ളതെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. സമയം സന്ധ്യയാകാൻ തുടങ്ങിയിരുന്നു. ദീപാരാധനയ്ക്കായി 2 പൂജാരികൾ ഗംഗയിൽ കുളിച്ചു കയറി ക്ഷേത്രങ്ങളിലേക്ക് പോയി. ഗ്രാമത്തിലെ ചെറുപ്പക്കാരായ കുട്ടികൾ വൈകുന്നേരം ആസ്വദിക്കാനായി ഗംഗയുടെ തീരത്ത് ഉലാത്തുകയോ ക്ഷേത്രങ്ങളിലെ പൂന്തോട്ടങ്ങളിൽ ചുറ്റിക്കറങ്ങുകയോ ചെയ്യുന്നത് കാണാമായിരുന്നു. സാവധാനം ഒഴുകിക്കൊണ്ടിരുന്ന ഗംഗ അലകളിൽ മന്ത്രധ്വനിയോടെ സന്ധ്യാവന്ദനം ചെയ്യുകയാണെന്ന് തോന്നി. ശ്രീരാമകൃഷ്ണദേവൻ നിശബ്ദനായി ഗംഗയെ നോക്കിക്കൊണ്ട് നിന്നു. അദ്ദേഹവും അവളോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേരുകയാണോ? ഭക്തജനങ്ങളിൽ പലരും പഞ്ചവടിയിൽ ഏകാന്തതയിൽ ലയിച്ചിരിക്കുന്നത് കാണാമായിരുന്നു. നരേന്ദ്രനും സുഹൃത്തുക്കളും യാത്ര പറഞ്ഞുപോയി. 12 ശിവക്ഷേത്രങ്ങളിലും ശ്രീകൃഷ്ണൻ്റെയും കാളിയുടെയും ശ്രീകോവിലുകളിലും സന്ധ്യാപൂജ ആരംഭിച്ചു. കീർത്തനങ്ങളുടെയും സംഗീതോപകരണങ്ങളുടെയും ശ്രുതിമധുരമായ ശബ്ദതരംഗങ്ങൾ അന്തരീക്ഷത്തെ ഭക്തിസാന്ദ്രമാക്കി. ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറിയിൽ ആരോ വിളക്ക് കൊളുത്തിവെച്ചു. സുഗന്ധവാഹിയായ ധൂപവും കത്തിച്ചു വെച്ചു. സന്ധ്യ സാവധാനം രാത്രിയെ സ്വീകരിച്ചു. ഇരുട്ടായി തുടങ്ങി. പൗർണമിക്ക് ശേഷമുള്ള ആദ്യ ദിവസമായതിനാൽ മരങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും ശിഖരങ്ങൾ ചന്ദ്രികയിൽ പ്രശോഭിച്ചു നിന്നു. ഗംഗയുടെ തിരമാലകൾ നിലാവിൽ കുളിച്ചു. ശുക്ലാംബരധാരിയായി മനോമോഹിനിയായി നിൽക്കുന്ന ഗംഗയുടെ കാഴ്ച മനുഷ്യ മനസ്സിനെ ആനന്ദത്തിൽ ആറാടിക്കുന്നതായിരുന്നു. മാസ്റ്റർ തൻ്റെ മുറിയിലേക്ക് മടങ്ങി. മുറിയുടെ ചുവരുകളിൽ ധ്രുവൻ, പ്രഹ്ലാദൻ, കാളി, രാധ, കൃഷ്ണൻ, ശ്രീരാമ പട്ടാഭിഷേകം മുതലായ ചിത്രങ്ങൾ തൂക്കിയിട്ടിരുന്നു. മാസ്റ്റർ ചിത്രങ്ങൾക്ക് മുന്നിൽ വണങ്ങി. അദ്ദേഹം പറഞ്ഞു, അമ്മേ, ഞാൻ അവിടുത്തെ പാദങ്ങളിൽ അഭയം തേടിയിരിക്കുന്നു. ഞാനല്ല, നീയാണ്. ഞാൻ യന്ത്രമാണ്, നീയാണ് ചാലകൻ. ഈ സമയത്ത് ക്ഷേത്രദർശനം കഴിഞ്ഞെത്തിയ ഭക്തർ ഗുരുദേവനെ സന്ദർശിക്കാനായി മുറിയിലേക്ക് വന്നു. അദ്ദേഹം അവരോടായി പറഞ്ഞു, നരേന്ദ്രൻ, ഭവനാഥ്, രാഖൽ ഇവരൊക്കെ നിത്യസിദ്ധരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അവർ നിത്യമുക്തരാണ്. അവർക്ക് അനുഷ്ഠാനങ്ങളൊന്നും നടത്തേണ്ടതിൻ്റെ ആവശ്യകതയില്ല. നരേന്ദ്രനെ നോക്കൂ, അവൻ ആരെയും ശ്രദ്ധിക്കുന്നില്ല. ഒരു ദിവസം അവൻ എന്നോടൊപ്പം ക്യാപ്റ്റൻ്റെ വണ്ടിയിൽ പോവുകയായിരുന്നു. അവൻ ഒരു നല്ല ഇരിപ്പിടം എടുക്കണമെന്ന് ക്യാപ്റ്റൻ ആഗ്രഹിച്ചു. പക്ഷേ നരേന്ദ്രന് അതിലൊന്നും ഒരു ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല. അവൻ എന്നിൽ നിന്ന് പോലും സ്വതന്ത്രനാണ്. അവൻ അറിവുള്ളവനാണ്. എന്നാൽ അവന് അറിയാവുന്നതെല്ലാം എന്നോട് പറയുന്നതുമില്ല. അവൻ അജ്ഞതയിൽ നിന്നും മായയിൽ നിന്നും മുക്തനാണ്. അവന് ബന്ധനങ്ങളില്ല. അവനൊരു മഹാത്മാവാണ്. വളരെ നല്ല ഗുണങ്ങളുള്ളവനാണ്. സംഗീതത്തിൽ നിപുണനാണ്. ഗായകൻ, കളിക്കാരൻ, കൂടാതെ മറ്റു ബഹുമുഖ പണ്ഡിതൻ കൂടിയാണ്. അവൻ തൻ്റെ വികാരങ്ങൾ നിയന്ത്രണത്തിലാക്കിയിട്ടുണ്ട്. താൻ ഒരിക്കലും വിവാഹം കഴിക്കില്ലെന്ന് പറയുന്നു. നരേന്ദ്രനും ഭവനാഥും അടുത്ത സുഹൃത്തുക്കളാണ്. നരേന്ദ്രൻ പലപ്പോഴും ഇവിടെ വരാറില്ല. അത് നല്ലതുമാണ്. ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ്റെ പാണ്ഡിത്യത്തെ പുകഴ്ത്തുന്നു. കാരണം അവൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ മതിമറന്ന് പെരുമാറുന്നു. ദക്ഷിണേശ്വരത്താണ് ഹസ്ര താമസിച്ചിരുന്നത്. രാഖൽ മാസ്റ്ററിനോടൊപ്പമാണ് താമസിച്ചിരുന്നത്.
ഇടയ്ക്കിടയ്ക്ക് രാഘൽ അധാറിൻ്റെ വീട്ടിലും താമസിച്ചിരുന്നു. നരേന്ദ്രൻ, ഭവനാഥ്, അധാർ, എം, റാം, മനോജ് മോഹൻ, മറ്റ് ഭക്തർ എന്നിവർ മിക്കവാറും എല്ലാ ആഴ്ചയും മാസ്റ്ററെ സന്ദർശിച്ചു വന്നു. മാസ്റ്റർ എമ്മിനോട് പറഞ്ഞു, ഞാൻ കൊതുകുവലയ്ക്കുള്ളിൽ ധ്യാനത്തിലായിരുന്നു. ധ്യാനം ഒരു രൂപത്തിൽ സങ്കല്പമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് എനിക്ക് തോന്നി. അതിനാൽ എനിക്കൊരു സുഖവും തോന്നിയില്ല. ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ആരാണ് ധ്യാനിക്കുന്നത്? ആരെയാണ് ധ്യാനിക്കുന്നത്? എം പറഞ്ഞു, എല്ലാം ദൈവം തന്നെ. ഈശ്വരൻ തന്നെ പ്രപഞ്ചവും എല്ലാ ജീവജാലങ്ങളുമായി തീർന്നുവെന്ന് അങ്ങ് തന്നെ പറഞ്ഞു തന്നുവല്ലോ. ധ്യാനിക്കുന്നവനും ദൈവമാണ്, ധ്യാനിക്കപ്പെടുന്നതും ദൈവമാണ്. മാസ്റ്റർ, ദൈവം ഇച്ഛിക്കാതെ ഒരാൾക്ക് ധ്യാനിക്കാൻ കഴിയുകയില്ല. അത് പ്രാപ്തമാകുമ്പോൾ ധ്യാനിക്കാം. എന്താണ് തോന്നുന്നത്? എം, സത്യമാണ് സർ. എന്നാൽ ഞാൻ എന്നത് അങ്ങയിലില്ലാത്തത് കൊണ്ടാണ് അങ്ങേക്ക് ഇങ്ങനെ തോന്നുന്നത്. മാസ്റ്റർ, അഹംഭാവത്തിൻ്റെ ഒരു അംശമുണ്ടായിരിക്കുന്നത് നല്ലതാണ്. അതൊരു മനുഷ്യന് താൻ ഈശ്വരൻ്റെ ദാസനാണ് എന്ന തോന്നലുണ്ടാക്കുന്നു. ഒരു മനുഷ്യൻ തൻ്റെ കടമകൾ നിർവഹിക്കുന്ന താനാണെന്ന് കരുതുന്നിടത്തോളം എന്ന് കരുതുന്നിടത്തോളം അത് വളരെ നല്ലതാണ്. ദൈവം യജമാനാണെന്നും താൻ ദൈവത്തിൻ്റെ ദാസനാണെന്നും അയാൾക്ക് തോന്നുന്നത് നല്ലതാണ്. ഏത് ജോലിയിൽ ഏർപ്പെടുമ്പോഴും ഒരാൾ ഈശ്വരനുമായി ദാസനും യജമാനും പോലെയുള്ള ബന്ധം സ്ഥാപിക്കണം. മാസ്റ്റർ പരബ്രഹ്മത്തിൻ്റെ സ്വഭാവത്തെ വിശദീകരിക്കുവാൻ തുടങ്ങി. ബ്രഹ്മം മാറ്റമില്ലാത്തതാണ്, എന്നാൽ ശക്തി അതിനെ പലവിധമാക്കി തീർക്കുന്നു. ബ്രഹ്മം അഗ്നിയെപ്പോലെയാണ്. അതിന് നിറമില്ല. നിങ്ങൾ വെളുത്ത വസ്തു കത്തിച്ചാൽ അഗ്നി വെളുത്തതായി കാണപ്പെടുന്നു. ചുവപ്പ് കത്തിച്ചാൽ ചുവപ്പും കറുപ്പാണെങ്കിൽ കറുപ്പും ആയി കാണപ്പെടുന്നു. ഗുണങ്ങൾ സത്വം, രജസ്, തമസ് ശക്തിയുടെ മാത്രം സ്വന്തമാണ്. 3 ഗുണങ്ങൾക്കും അപ്പുറമാണ് ബ്രഹ്മം. ബ്രഹ്മം എന്താണെന്ന് വിവരിക്കാൻ കഴിയുകയില്ല. വാക്കുകൾക്ക് അതീതമാണ്. എല്ലാത്തിനും ശേഷം അവശേഷിക്കുന്നതുമാണ്. ഇതല്ല എന്ന വേദാന്ത പ്രക്രിയയിൽ ഇല്ലാതാകുന്നതും പരമമായ ആനന്ദമായതും ബ്രഹ്മമാണ്. ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് അവൻ്റെ ഭാര്യ വീട്ടിൽ തൻ്റെ പ്രായത്തിലുള്ള മറ്റ് ചെറുപ്പക്കാരോടൊപ്പം സന്ദർശക മുറിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് കരുതുക. പെൺകുട്ടിയും അവളുടെ സുഹൃത്തുക്കളും ജനാലയിലൂടെ അവരെ കൗതുകപൂർവ്വം വീക്ഷിക്കുന്നു. അവളുടെ സുഹൃത്തുക്കൾക്ക് അവളുടെ ഭർത്താവിനെ അറിയുകയില്ല. സന്ദർശക മുറിയിൽ ഇരുന്ന ഒരു ചെറുപ്പക്കാരനെ ചൂണ്ടി അവളുടെ ഒരു കൂട്ടുകാരി ചോദിക്കുന്നു, അതാണോ നിന്റെ ഭർത്താവ്? അല്ല, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. അവർ മറ്റൊരു യുവാവിനെ ചൂണ്ടി ചോദ്യം ആവർത്തിക്കുന്നു. അല്ല, അവൾ വീണ്ടും പറയുന്നു. അവർ 3ാമത്തെ യുവാവിനെ ഉദ്ദേശിച്ച് ചോദ്യം ആവർത്തിക്കുന്നു. അവൾ അതേ ഉത്തരം ആവർത്തിക്കുന്നു. അവസാനം അവർ അവളുടെ ഭർത്താവിനെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുന്നു. അവൾ ലജ്ജയോടെ പുഞ്ചിരിക്കുന്നു. അവനാണ് അവളുടെ ഭർത്താവെന്ന് അവളുടെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുന്നു. പിന്നീട് അവരും നിശബ്ദരാകുന്നു. ബ്രഹ്മത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാകുമ്പോൾ ഒരാൾക്കതിനെപ്പറ്റി ഒന്നും പറയാൻ കഴിയുകയില്ല. അതിനെ വിവരിക്കാൻ അവൻ അശക്തനാകുന്നു. അവൻ നിശബ്ദനാകുന്നു. മാസ്റ്റർ എമ്മിനോടായി ചോദിച്ചു, ഞാൻ എന്തിനാണ് ഇത്രയധികം സംസാരിക്കുന്നത്? എം, അങ്ങ് സംസാരിക്കുന്നത് ഭക്തരുടെ ആത്മീയ ബോധം ഉണർത്താനാണ്. വേവിക്കാത്ത ലച്ചി തിളയ്ക്കുന്ന നെയ്യിലിടുമ്പോൾ അത് വലിയ ശബ്ദമുണ്ടാക്കുമെന്ന് അങ്ങ് ഒരിക്കൽ പറഞ്ഞു. മാസ്റ്റർ, ഒരു നല്ല മനുഷ്യൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാമോ? അവൻ ഒരിക്കലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുകയില്ല, ആളുകളെ ഉപദ്രവിക്കുകയുമില്ല. ചിലരുടെ സ്വഭാവം അവരുമൊത്ത് വിരുന്നിന് പോകുമ്പോൾ മനസ്സിലാകും. അവർക്ക് പ്രത്യേക ഇരിപ്പിടങ്ങൾ വേണം. ഗൃഹനാഥനെ പലവിധത്തിൽ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും. യഥാർത്ഥ ഭക്തിയുള്ള ഒരു മനുഷ്യൻ മറ്റുള്ളവരെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ചീത്ത സ്വഭാവമുള്ള ആളുകളുടെ കൂട്ടത്തിൽ ജീവിക്കുന്നത് നല്ലതല്ല. അവരിൽ നിന്ന് അകന്നു നിൽക്കുകയും സ്വയം സംരക്ഷിക്കുകയും വേണം. അങ്ങനെയല്ലേ? എം, അതെ സർ. ദുഷ്ടന്മാരുടെ കൂട്ടത്തിൽ മനസ്സ് വളരെ താഴ്ന്നു പോകുന്നു. എന്നാൽ അങ്ങ് പറയുന്നത് പോലെ ഒരു ദിവ്യപുരുഷൻ്റെ സാമീപ്യം അത് തികച്ചും വ്യത്യസ്തമാണ്. മാസ്റ്റർ, അതെങ്ങനെയാണ്? വിശദീകരിക്കൂ. എം,
അഗ്നി ദുർബലമാണെങ്കിൽ ഒരു ചെറിയ ഇല പോലും അതിൽ വീണാൽ അത് അണഞ്ഞു പോകുന്നു. എന്നാൽ അഗ്നിയുടെ ശക്തിക്ക് ഒരു വലിയ മരത്തെ പോലും ദഹിപ്പിക്കാൻ കഴിയുന്നു. മാസ്റ്റർ, ഇതും അതുപോലെ അതും ചെയ്യണം ലോകത്തിൽ. നിങ്ങളുടെ കർത്തവ്യങ്ങൾ ചെയ്യുക. കൂടാതെ ഭഗവാന്റെ പാദങ്ങളിൽ മനസ്സുറപ്പിക്കുക. നിങ്ങൾ തനിച്ചായിരിക്കുമ്പോൾ ഭാഗവതം അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ജീവിതം പോലെയുള്ള ഭക്തിഗ്രന്ഥങ്ങൾ വായിക്കുക. പിന്നെ വേറൊന്നും തന്നെ ചെയ്യേണ്ടതില്ല.